ഓം ശ്രീ ആഞ്ജനേയായ നമ. MSP4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. അതായത് വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലം. 2026 മാർച്ച് മാസം 29-ാം തീയതി മുതൽ ഏപ്രിൽ മാസം 4-ാം തീയതി വരെയുള്ള അത്രയും ദിവസത്തെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. എന്റെ ആസ്ട്രോളജി ചാനൽ MSP4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുക. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട്, അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പർ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വാരഫല വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂർ നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായി ഒഫീഷ്യലി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. അങ്ങനെ പെൻഡിംഗ് ഉള്ള വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനുള്ള ദൈവാധീനം ഉണ്ടാകുന്നതാണ്. അതുപോലെ ഒഫീഷ്യൽ ട്രിപ്സ്, ജോലി സംബന്ധമായി കൂടുതൽ അങ്ങനെ യാത്രയ്ക്കുള്ള ആ ഒരു സാധ്യത, അങ്ങനെയുള്ള യാത്രാ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അലച്ചിലുള്ള സാധ്യതകൾ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ കുടുംബത്ത് ചെറിയ തോതിലുള്ള വാക്കുതർക്കങ്ങൾക്കുള്ള സാധ്യത, കുടുംബത്ത് അങ്ങനെയുള്ള ശ്രദ്ധക്കുറവിനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. പൊതുവെ അനുകൂലമായിട്ടുള്ള വാരം തന്നെയാണ് വരാൻ പോകുന്നത്. ഭാഗ്യം വളരെ അനുകൂല സ്ഥാനത്ത് നിൽക്കുന്ന നല്ലൊരു വാരമാകും. അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാണ്. പക്ഷെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ കൂടി നിൽക്കാനുള്ള സാധ്യത മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അടുത്ത മിത്രങ്ങൾ പോലും ചിലപ്പോൾ ശത്രുക്കളാകാനുള്ള സാധ്യത മേടക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മാതാവിന് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാകും. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണേലും, അതുപോലെ ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണേലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് മാത്രം ഈ ഒരു വാരം ചെറിയ ബുദ്ധിമുട്ടുകൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. ബാക്കി കാര്യങ്ങൾ, പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ട് അങ്ങനെ പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യം, അതുപോലെ ബിസിനസ് സംബന്ധമായി നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഭാഗ്യം, അങ്ങനെയുള്ള ദൈവാധീനം കാര്യങ്ങളെല്ലാം മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം ഉണ്ടാവും. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തൃപ്തികരമായിട്ടുള്ള, അതായത് നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വാരമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ഹെൽത്ത് വൈസ്, ആരോഗ്യ സംബന്ധമായി കൂടുതൽ യാത്രാക്ലേശങ്ങൾക്കുള്ള സാധ്യത, അതുകൊണ്ട് തന്നെ തലവേദന ഉണ്ടാകാനുള്ള സാധ്യത, കൂടുതൽ ക്ഷീണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ പുറത്തു നിന്നുള്ള ഭക്ഷണം പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകേരം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒഫീഷ്യലി ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം ഉണ്ടാവും. കുടുംബദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സവും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സംസാരത്തിൽ ആ ഒരു മിതത്വഭാവം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വാരമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര്. അങ്ങനെയുള്ള പാഴ്ചിലവുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് അങ്ങനെ കൂടുതൽ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് മുൻപോട്ട് പോകാനുള്ള ആ ഒരു ദൈവാധീനം, മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമായിട്ട് തന്നെയാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അങ്ങനെയുള്ള ഫിനാൻഷ്യൽ കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ നല്ല കൺട്രോളിൽ വരുന്ന നല്ല ഒരു വാരമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യത, ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അസ്ഥി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ നയന സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള ക്ലേശങ്ങൾക്കുള്ള സാധ്യതയും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാകും.
അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്കും നല്ല ദൈവാധീനമുള്ള നല്ല ഒരു വാരമായിട്ട് തന്നെയാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് നല്ല സമയമാണ്. പുതിയതായിട്ട് ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകൈര്യം പകുതി, തിരുവാതിര, ഉണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാണ്. അതുകൊണ്ട് തന്നെ ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ആരോഗ്യ സംബന്ധമായി വളരെ അനുകൂലമായിട്ടുള്ള, ഹെൽത്ത് വൈസ് വളരെ അനുകൂലമായിട്ടുള്ള, തൃപ്തികരമായിട്ടുള്ള വാരമാണ്. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അങ്ങനെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കൊക്കെ നല്ല ദൈവാധീനം ഉണ്ടാകുന്ന വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പുറത്തേക്ക് അങ്ങനെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഒഫീഷ്യലി ഡോക്യുമെന്റേഷൻസ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല സമയം. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല സമയമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു സമയമാകും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള സമയം തന്നെയാകും. അതുകൊണ്ട് തന്നെ ഹനുമാൻ ചാലീസ ജപിക്കുക, പറ്റുമെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും വെറ്റിലമാല വഴിപാടായിട്ട് നടത്തുന്നതും വളരെ ഉത്തമമാണ്. അതല്ലെങ്കിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വിളക്ക് തെളിയിച്ച് ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ഹനുമാൻ സ്വാമി മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. നിങ്ങൾക്ക് ഹനുമാൻ സ്വാമിയുടെ പൂർണ്ണമായിട്ട് അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാണ് വരാൻ പോകുന്നത്. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒഫീഷ്യലി തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ശത്രു തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കർമ്മരംഗത്തുള്ള തടസ്സം നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ വിഘ്നേശ്വര മന്ത്രം ജപിക്കുന്നതും കുടുംബദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. കർക്കിടകക്കൂർ നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ സ്കിൻ റിലേറ്റഡ് ചർമ്മ സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള ക്ലേശങ്ങൾക്കുള്ള സാധ്യതയും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതായിരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ എടുക്കാനും പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യവും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധനപരമായിട്ടുള്ള കൂടുതലായിട്ടുള്ള ചിലവുകൾ, പാഴ്ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യത, ധനനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. കുടുംബത്ത് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യത കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. സംസാരത്തിൽ മിതത്വഭാവം അത്യാവശ്യമായിട്ടും പാലിക്കണം. സംസാരത്തിലുള്ള ആ ഒരു പാളിച്ച നിമിത്തം ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും അങ്ങനെയുള്ള പ്രാക്കുദോഷ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാവും. ഭാഗ്യപരമായി വളരെ തടസ്സം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വാരമായിട്ട് തന്നെയാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും. പ്രത്യേകിച്ച് എക്സാം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ വാരം തടസ്സം നേരിടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ വരുന്ന വാരം വളരെ അനുകൂലമായിരിക്കും. കാരണം ഫിനാൻഷ്യൽ ലോസ്, അതായത് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന്, അങ്ങനെ ധനപരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്കൊന്നും ഈ വാരം അത്ര അനുകൂലമാവില്ല ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്.
ഒഫീഷ്യലി ജോലി സംബന്ധമായി വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ശത്രു തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും. വീട് പണിയുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വാരം അത്ര അനുകൂലമാവില്ല. ചെറിയ തടസ്സം, വാഹനം എടുക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വാരമാകും. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമായിട്ട് തന്നെയാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമാകും. അതുകൊണ്ട് തന്നെ ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊന്നും ഈ വരുന്ന വാരം നിങ്ങളെ ഏൽക്കുന്നതല്ല. ജോലി അന്വേഷിക്കുന്നവർക്ക് ഉചിതമായ ഭാഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ നടപ്പുവശത്തേക്ക് വരുന്ന നല്ലൊരു വാരമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ഔദ്യോഗിക സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള നല്ല ഒരു വാരമാകും. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമായിട്ട് തന്നെയാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ആരോഗ്യ സംബന്ധമായി വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. പ്രത്യേകിച്ച് ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. വീട് പണിയുന്നവർക്കും വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള സമയമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ദൈവാധീനമുള്ള നല്ല ഒരു വാരമായിട്ട് തന്നെയാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. തുലാക്കൂർ നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത, കൂടുതൽ ശ്രദ്ധ വേണ്ടിയ ഒരു വാരമായിട്ട് തന്നെയാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ പിച്ചാത്തി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അശ്രദ്ധ ഒഴിവാക്കുക. അങ്ങനെയുള്ള അപകട സാധ്യതകൾ, കൈമുറിയാനുള്ള സാധ്യതകളൊക്കെ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ബാത്റൂമിലൊക്കെ പോകുമ്പം വളരെ ശ്രദ്ധിച്ച് തന്നെ പോവുക. കാരണം കാല് തെന്നി വീഴാനുള്ള സാധ്യത, അതുപോലെ സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള അശ്രദ്ധ നിമിത്തമുള്ള അപകട സാധ്യതകൾ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഞാൻ പറയുന്ന പൊതുവെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ജാഗ്രതയോടുകൂടി മുൻപോട്ട് പോകേണ്ട ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ ഒഫീഷ്യലി അശ്രദ്ധ നിമിത്തമുള്ള അങ്ങനെ തെറ്റുകൾ വരാനുള്ള സാധ്യതയും, പ്രത്യേകിച്ച് ടെൻഡർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും കൊട്ടേഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും അങ്ങനെയുള്ള തെറ്റുകൾ വരാനുള്ള സാധ്യതയും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ മുൻപോട്ട് പോവുക. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. ശത്രു സംബന്ധമായ തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വാരം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ വളരെ നല്ല ദൈവാധീനമുള്ള സമയമാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവര് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ 2 തവണ ആലോചിച്ച് നല്ലൊരു വെൽ പ്ലാനിങ്ങോട് കൂടി മാത്രം തീരുമാനങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള തീരുമാനങ്ങളിലുള്ള പാളിച്ചകൾക്കുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾക്കുള്ള സാധ്യത, പാഴ്ചെലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയും തുലാക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതായിരിക്കും. പണം കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കുക. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യ സംബന്ധമായി വളരെ അനുകൂലമായിട്ടുള്ള നല്ല ഭാഗ്യപരമായിട്ടുള്ള ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ഒരു വാരമാകും. അതുപോലെ ഒഫീഷ്യലി
ജോലിയിൽ അങ്ങനെ പെൻഡിങ് ഉള്ള വർക്കുകളൊക്കെ ചെയ്തു തീർക്കാനുള്ള ദൈവാധീനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് വഴി അങ്ങനെയുള്ള ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തലയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത, അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അനുകൂലമായിട്ട് തന്നെയാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്നതാണ്. എങ്കിലും സംസാരത്തിൽ ആ ഒരു പൂർണ്ണ മിതത്വ ഭാവത്തോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. ഒഫീഷ്യലി നല്ല സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല വാരം. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് പറ്റിയ നല്ല വാരം. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള നല്ല സമയമായിട്ട് തന്നെയാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല സമയമാണ്. വീട് പണിയാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നിലവിൽ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കും നല്ല സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരം തന്നെയാകും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. സംസാരത്തിൽ പൂർണ്ണ മിതത്വ ഭാവത്തിൽ പോകേണ്ടത് അത്യാവശ്യമാണ്. അടുത്തായി ഞാൻ പറയാൻ പോകുന്നത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം. ധനുക്കൂർ നക്ഷത്രക്കാർക്ക് കുടുംബത്ത് അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് കലഹ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വാക്ക് തർക്കങ്ങൾ, ദമ്പതികൾക്കിടയിൽ സൗന്ദര്യ കലഹം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. ശത്രു സംബന്ധമായി അങ്ങനെയുള്ള തടസ്സങ്ങൾ കൂടി നിൽക്കാൻ സാധ്യതകളും ഭാഗ്യ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയും, വിവാഹം ആലോചിക്കുന്നവർക്ക് ചൊവ്വാഴ്ച വരെ അങ്ങനെയുള്ള തടസ്സം നേരിടാനുള്ള സാധ്യതയും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ജോലിയിൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ജോലിയിൽ അങ്ങനെ പെൻഡിങ് ഉള്ള വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനുള്ള ദൈവാധീനം, നിങ്ങളുടെ ഹയർ അതോറിറ്റീസ്, ടോപ്പ് മാനേജ്മെന്റിനെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമായിട്ടുള്ള നല്ല ഒരു വാരമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുക. കല, സാംസ്കാരിക മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയതും ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള വാരം തന്നെയാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുക. പക്ഷെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ വാരം അത്ര അനുകൂലമല്ല. കാര്യങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കാൽമുട്ടിനുണ്ടാകുന്ന അസ്വസ്ഥത, നടുവിനുണ്ടാകുന്ന അസ്വസ്ഥത കാര്യങ്ങൾ, അതുപോലെ പുറത്തുനിന്നുള്ള ഭക്ഷണം പ്രത്യേകം നിയന്ത്രിച്ച് തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. പണം കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കുക. അങ്ങനെയുള്ള ധനനഷ്ടങ്ങൾക്കുള്ള സാധ്യതയും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരം തന്നെയാകും വരാൻ പോകുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. പ്രത്യേകിച്ച് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമായതുകൊണ്ട് തന്നെ ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ഔദ്യോഗിക തടസ്സങ്ങളെല്ലാം മാറുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വാരമായിട്ടാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരമാകും. കുടുംബത്തെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല വാരം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ടുള്ള എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ നല്ല സമയമായിട്ട് തന്നെയാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നല്ലൊരു വാരമാകും. ശത്രു തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാകും. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുക. ഹനുമാൻ ചാലീസ ദിവസവും ജപിക്കുക. വിളക്ക് തെളിയിച്ച് ഹനുമാൻ ചാലീസ ജപിക്കുക. പ്രത്യേകിച്ച് ചൊവ്വ, ശനി ദിവസങ്ങളിൽ കൂടുതൽ ഹനുമാൻ മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ഭദ്രകാളി ഗായത്രി മന്ത്രം, ഓം രുദ്രസുധായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്ന കാളി പ്രചോദയാത്, ഈ മന്ത്രം കൂടി ജപിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഉന്നമനം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വാരമായിട്ട് തന്നെയാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശനി അനുഗ്രഹ സ്ഥാനത്ത് തന്നെയാണ് എങ്കിൽ പോലും ശനി മന്ത്രം ദിവസവും ജപിക്കേണ്ടതാണ്. നീലാഞ്ജന സമാഭാസം, രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. എല്ലാ നക്ഷത്രക്കാരും ശനി മന്ത്രം ദിവസവും ജപിക്കണം.
ശനീശ്വരൻ പൂർണ്ണമായിട്ടും അനുഗ്രഹ സ്ഥാനത്ത് വരികയും അതുപോലെ തന്നെ 7.5 ശനി, കണ്ടക ശനി, അഷ്ടമ ശനി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ നേരിടുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ദോഷങ്ങൾ ലഘൂകരിക്കാനും തടസ്സങ്ങൾ മാറ്റിയെടുക്കാനും ശനീശ്വര പ്രീതി നേടേണ്ട അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞത് പൊതുവായിട്ടുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശനി അങ്ങനെയുള്ള തടസ്സങ്ങൾ നിലവിൽ കാണിക്കുന്നതല്ല, എങ്കിലും ശനീശ്വര പ്രീതി നേടി മുൻപോട്ട് പോകേണ്ടതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമാണ്. ആരോഗ്യ സംബന്ധമായിട്ട് അങ്ങനെ തൃപ്തികരമായിട്ടുള്ള വാരം തന്നെയാണ്. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരം ആയിട്ട് തന്നെയാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുക. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. സംസാരം മിതത്വഭാവത്തിൽ പോവേണ്ടതാണ്. അതുപോലെ ഒഫീഷ്യലി ചെറിയ തടസ്സം, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സം നേരിടാനുള്ള സാധ്യതയും ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ ഭാഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യതയും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, വിഘ്നേശ്വര പ്രീതി നേടുക, അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം കൂടി ജപിക്കേണ്ടത് വളരെ ഉത്തമമാണ്. ശത്രു തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാണ്. വിദ്യാർത്ഥികൾക്ക് ഉചിതമായിട്ടുള്ള ഒരു വാരമായിട്ട് തന്നെയാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകണം. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുന്നവർക്കും ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരമാണ് വരാൻ പോകുന്നത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഒഫീഷ്യലി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വാരം തന്നെയാണ്. പക്ഷേ അങ്ങനെയുള്ള അശ്രദ്ധ നിമിത്തമുള്ള തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ടെൻഡറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, അങ്ങനെ കൊട്ടേഷൻസ് കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അതുപോലെ IT ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർക്കും അങ്ങനെയുള്ള അശ്രദ്ധ നിമിത്തമുള്ള തടസ്സങ്ങൾ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒഫീഷ്യലി ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുത്തവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. അതുപോലെ ഇൻക്രിമെന്റ് റിക്വസ്റ്റ് ഒക്കെ കൊടുത്തവർക്ക് ഈ വാരം നല്ല ദൈവാധീനമുള്ള വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. കൂടുതൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് മുൻപോട്ട് പോകേണ്ടതാണ്. ശത്രു തടസ്സം പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്നതാണ്. ആരോഗ്യ സംബന്ധമായി അങ്ങനെയുള്ള അലർജി റിലേറ്റഡ് സ്കിൻ, അതായത് തൊലിക്ക് ഉണ്ടാകുന്ന ചർമ്മ സംബന്ധമായിട്ടുള്ള അങ്ങനെ ഉണ്ടാകുന്ന സ്കിൻ റിലേറ്റഡ് അലർജി, അതുപോലെ അലർജി, പനി വരാനുള്ള സാധ്യതകൾ, ഇതൊക്കെ മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. പൊതുവെയുള്ള ഫലം മാത്രമാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഇത് 100% ഇത് ആവുമെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. നിങ്ങളുടെ നിലവിലുള്ള ദശാസന്ധി ഏതാണോ അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് തീർച്ചയായിട്ടും ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഇതിന് തീർച്ചയായിട്ടും പ്ലസ് ഓർ മൈനസ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനമുള്ള സമയമാണ്. പുതിയതായിട്ടുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും വളരെ അനുകൂലമായിട്ടുള്ള വാരം തന്നെയാകും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുക. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യതകൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറത്തു നിന്നുള്ള ഭക്ഷണം പ്രത്യേകം നിയന്ത്രിക്കേണ്ടതാണ്. പരിചയമില്ലാത്ത ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അങ്ങനെയുള്ള ധനനഷ്ടം, പാഴ്ചെലവ് ഉണ്ടാകാനുള്ള സാധ്യതകളും അങ്ങനെയുള്ള കാര്യങ്ങളും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ഇത്രയുമാണ് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, മീനക്കൂർ നക്ഷത്രക്കാർക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും. വീട് പണിയുന്നവർക്കും അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത് അടുത്ത ഒരാഴ്ച. 27 നക്ഷത്രക്കാരുടെ ഫലം ഇതാണ്. എന്റെ ആസ്ട്രോളജി ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.